എന്നാലും എൻ്റെ പൊന്ന ആരോഗ്യമന്ത്രി, ഈ കപ്പൽ നന്നായിട്ട് ആടി ഉലയുകയാണല്ലോ. ആടി ഉലയുന്നത് പോരാ, കപ്പൽ മുങ്ങുന്ന എല്ലാ ലക്ഷണവും ഉണ്ട്. ഒരു വിധത്തിൽ ആരോഗ്യമന്ത്രി ഒന്ന് കരക്കടിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദേ അടുത്തത്. പണ്ടാരമടങ്ങാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം, അത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണിരിക്കുന്നു. എന്താ പറയുക, ഈ കണ്ടകശനി കൊണ്ടേ പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. LDF സർക്കാരിന് ഇപ്പോൾ വന്ന് എന്തെടുത്താലും എന്ത് തൊട്ടാലും കണ്ടകശനി. ആ പാവം ഡോക്ടർ ഹാരിസ് ഇന്ന് ഈ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവി മുൻകൂട്ടി അദ്ദേഹം കൈമാറി, മറ്റൊരു ഡോക്ടർക്ക് കൈമാറി. കാരണം നന്നായിട്ട് തിരിച്ച് പണി വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് നട്ടലുള്ള ആ ഡോക്ടർക്ക് വൃത്തിയായിട്ട് കാര്യങ്ങൾ പറയേണ്ടുന്നത് ജനങ്ങളോട് പറഞ്ഞ് അദ്ദേഹത്തിന് പണി കൈമാറി. കാരണം ഏത് സമയത്താണ് സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസൽ ഓർഡർ വരുന്നതെന്നുള്ള പ്രതീക്ഷിച്ച് ആ മനുഷ്യൻ ഇരിക്കാൻ. ആ മനുഷ്യൻ്റെ ഒരു പ്രാക്ക്, സത്യസന്ധനായ ഒരു മനുഷ്യനോട് കളിക്കാൻ പോയ എൻ്റെ ആരോഗ്യമന്ത്രിയെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വരും. എന്തായാലും പിണറായി പെട്ട് എന്ന് തന്നെ പറഞ്ഞാൽ മതി. വെറുതെ ഇന്നലെ ആ മനുഷ്യൻ വായെടുത്ത് പറഞ്ഞ്, അയ്യോ ആരോഗ്യ കേരളത്തിൽ എന്തായിരുന്നു നമ്പർ 1 കേരളത്തെ ഇത്തരത്തിൽ പ്രസ്താവന കൊണ്ട് ഇങ്ങനെ അളക്കരുതായിരുന്നു എന്നുള്ള പരാമർശങ്ങളൊക്കെ അങ്ങ് നടത്തിയല്ലോ. എന്തായാലും ഒന്ന് മുഖ്യമന്ത്രി പെട്ടുപോയെന്ന് പറഞ്ഞ പോലെ പെട്ടുപോയി. ഓരോ ദിവസം നിരവധി, ഒരു മെഡിക്കൽ കോളേജിൻ്റെ കാര്യമാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞെങ്കിൽ നിരവധി മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നിരവധി പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. വീണ ജോർജ് പറഞ്ഞ നമ്പർ 1 ആരോഗ്യ കേരളം, ഇത്തരത്തിലുള്ള മെഡിക്കൽ കോളേജുകൾ ലോകത്തിലെ തന്നെ ശ്രദ്ധയാകർഷിച്ച് എന്തൊക്കെയോ അവാർഡുകൾ കിട്ടി. എന്തായിരുന്നു ആ തള്ള്? എന്നിട്ട് പറയും, വരൂ മാധ്യമപ്രവർത്തകരോട് പറയും, വരൂ നമുക്ക് മെഡിക്കൽ കോളേജ് നിങ്ങൾ സന്ദർശിക്കും, ഞാനും വരാം എന്ന് പറഞ്ഞ മന്ത്രി വീണ ജോർജിനെ തിരക്കി ഇന്നലെ കുറേ മാധ്യമപ്രവർത്തകർ അവിടെ വെളിയിൽ നിന്നു എന്നൊക്കെ കേട്ടു. പക്ഷെ മന്ത്രി കൊടി വെച്ച കാറിൽ ആരെയും മൈൻഡ് ചെയ്യാതെ ഒറ്റ സ്പീഡ് കൂട്ടി അങ്ങ് പോയെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. മന്ത്രി അവിടെ നിന്നില്ല. കാരണം മന്ത്രിക്കറിയാം ആ മെഡിക്കൽ കോളേജിലെങ്ങാണ് മാധ്യമപ്രവർത്തകരെ എങ്ങാണ് കൊണ്ടുപോയ മന്ത്രി അവിടെ വെച്ച് രാജിവെക്കേണ്ടുന്ന അവസ്ഥ മാധ്യമപ്രവർത്തകർ ഉണ്ടാക്കുമെന്നുള്ള അറിയാം. അതുകൊണ്ട് മന്ത്രി എന്തായാലും പോയില്ല. മന്ത്രിയെ തിരക്കി അവിടെ ആൾക്കാരൊക്കെ നിന്നിരുന്നു. ഏതായാലും തള്ളി ഒരു വിധത്തിൽ വീണ ജോർജ് ഒന്ന് കരക്കടിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അടുത്ത പ്രശ്നം. കാരണം ഇവർക്ക് സ്വാഭാവികമായിട്ട് LDF സർക്കാരിൻ്റെ സ്ഥിരം ഒരു പരിപാടിയുണ്ട്. എന്തെങ്കിലും അവർക്കെതിരെ ഒരു പ്രശ്നം വരുമ്പോൾ വഴിതിരിച്ചു വിടും. ഗവർണർക്കെതിരെ സമരത്തെ DYFI പ്രവർത്തകരെ, SFI പ്രവർത്തകരെയൊക്കെ സമരത്തിലിറക്കിക്കൊണ്ട് അതങ്ങ് വഴിതിരിച്ചങ്ങ് വിട്ടു. എന്നിട്ട് ഇപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് വയനാട്ടിലെ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് 1 കോടി രൂപ 86 ലക്ഷം രൂപ പിരിച്ചെന്നും പറഞ്ഞുകൊണ്ട് DYFI 25 എന്ന് പറഞ്ഞാൽ 100 വീടുകൾ നൽകി എന്നും പറഞ്ഞുകൊണ്ട് അതിന് കുറേ അങ്ങ് തിരിച്ചങ്ങ് വിട്ടു. അങ്ങനെ തിരിഞ്ഞിരിക്കുമ്പം തന്നെ ദാ വരുന്ന വീണ്ടും നേർക്കൊരു കോടാലി വന്ന് വീണ ജോർജിൻ്റെ മണ്ടക്കിട്ട് അടിച്ചിരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം പൊളിഞ്ഞു വീണു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ആശുപത്രിയിലെ 14ാം വാർഡാണ് പൊളിഞ്ഞിരിക്കുന്നത്. അത് നമുക്കറിയാലോ. ഈ സത്യം പറഞ്ഞാൽ ഇനി അടുത്തത് ഉടനെ വരും. കാരണം ഇവർ ഇനി ഈ അടുത്ത ഭരണം ഇവരുടെ കയ്യിലെത്തുകയാണെങ്കിൽ ഉടനെ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ വിവിധ ഭാഗങ്ങൾ പൊളിഞ്ഞ് ഇതേപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്. ഇത്തരത്തിലുള്ള ജീർണിച്ച അവസ്ഥകളിൽ പെട്ടിരിക്കുന്ന കെട്ടിടങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെന്ന് നോക്കിയാൽ കാണാൻ നിരവധി താലൂക്ക് ആശുപത്രിയിൽ നമുക്ക് കാണാൻ പറ്റും വർഷങ്ങളായിട്ട്. കാരണം ഇവർ ഊരാളുങ്കലിനെ അല്ലേ ഇങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നത്. പിണറായിയുടെ എന്തോ അടുത്ത സഹോദരനാണെന്ന് തോന്നുന്നു. അവർക്കേ കൊടുക്കൂ, കോൺട്രാക്റ്റ് അവർക്കാണ് എല്ലാം നൽകുന്നത്. എന്തായാലും ഊരാളുങ്കൽ AKG സെൻ്ററൊക്കെ നിർമ്മിച്ച് കൊടുത്തെന്നാണ് കേൾക്കാൻ പറ്റും. കാരണം അത്രത്തോളം ആണല്ലോ കമ്മീഷൻ കൈപ്പറ്റുന്നത്. അതവിടെ നിൽക്കട്ടെ, അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഈ കോൺട്രാക്റ്റ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ, പല ഹോസ്പിറ്റൽ കെട്ടിടങ്ങളുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ ഇത്തരത്തിൽ പാകപ്പിഴകൾ വരുന്നത് കൊണ്ടല്ലേ ഇത്തരത്തിൽ സംഭവിക്കുന്നത്. കാരണം രാജകുടുംബത്തിൻ്റെ കാലം മുതലുള്ള കെട്ടിടങ്ങളാണ് ഇതുവരെ. കാരണം ഇനി അവർക്ക് കെട്ടാൻ വയ്യ. എന്താണ് ഇവർ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്? നിലവിലുള്ളതിനെ പോലും മെച്ചപ്പെടുത്തിയെടുക്കുന്നില്ല. നിലവിലുള്ളത് എന്നാൽ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു, അതും അവർക്ക് പറ്റുന്നു. കുറേ കെട്ടിടങ്ങൾ മെഡിക്കൽ കോളേജിലുണ്ട്, നിരവധി ഞാൻ ഈ പറഞ്ഞോണം. എന്നാൽ ഒരു സ്കൂള് ഇതുപോലെ തകർന്നു വീണേ. ഇതിനൊക്കെ എന്താ പറയുക? ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്നിട്ട് വീണ ജോർജ് പറഞ്ഞ ഒരു കാര്യം, അങ്ങനെ വലിയ പരിക്കുകളൊന്നും ആർക്കും പറ്റിയിട്ടില്ല, എന്തോ സാരമായ അപ്പം എന്തോ സംഗതി അവിടെ നടന്നു. ഈ പരിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് നിങ്ങളുടെ അനാസ്ഥ കാരണം ചെറിയൊരു അപകടം ഉണ്ടായി, നിങ്ങളുടെ കയ്യോ കാലോ മുറിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒരു കുട്ടിക്ക് വരെയാണ് ഇതിനകത്ത് പരിക്കേറ്റിട്ടുള്ളത്. നിങ്ങളുടെ കയ്യോ കാലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാണ് ഇത്തരത്തിലുള്ള ഈ ബിൽഡിങ് വന്ന് മറിഞ്ഞ ആ കുട്ടിയുടെ മണ്ടേ വീണ് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ?
അല്ലെ മറ്റെന്തെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിലോ നിങ്ങൾ ഇതന്നോ ഒരാളല്ല മരിച്ചോളൂ എന്ന് പറയും. നിങ്ങൾ അത് തന്നെ പറയും. കാരണം നിങ്ങൾ ഈ ചില ഈ മരണ ചടങ്ങുകളിലൊക്കെ പോയിരുന്ന അങ്ങ് എങ്ങനെയാണ് ഈ കണ്ണുനീര് വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ആ മെഡിക്കൽ കോളേജിലൊന്ന് പോകൂ, RCCയിലൊന്ന് പോകൂ, എന്നിട്ട് നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഉള്ളവർ ഇത്രയും ദുരിതം അനുഭവിക്കുന്നിടത്ത് നിങ്ങൾക്ക് കണ്ണുനീരില്ല. നിങ്ങൾ ഈ മരണച്ചടങ്ങുകൾക്ക് മറ്റിടത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ എന്തിനിങ്ങനെ നടന്ന് കരയുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നടന്ന് കരയുന്നത്? നിങ്ങൾ മെഡിക്കൽ കോളേജുകളിലും ഹോസ്പിറ്റൽ സൗകര്യങ്ങളിലും ഉള്ള ഹോസ്പിറ്റലുകളിലും ഒക്കെ പോയി നോക്കിയിട്ട് അവിടുത്തെ ദുരിതാവസ്ഥ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് അറിയാണ്ട് ചെറിയ കണ്ണുനീര് വരും. അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് വരും? നിങ്ങൾ പോകാറില്ല. പോയാലല്ലേ ഇത്തരത്തിലുള്ള വിഷമാവസ്ഥകൾ അല്ലെങ്കിൽ ജനം അനുഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതും അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇപ്പം സാരമായ പരിക്കുകളാണ് സംഭവിച്ചത്. ഈ സാരമായ എന്താണ്? പരിക്ക് തന്നെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെയല്ലേ, അത് ആർക്ക് വന്നാലും. പക്ഷേ ഇതൊക്കെ വളരെ എന്താ പറയുന്നത്, നിസ്സാരമായിട്ടുള്ള രീതിയിൽ ആ ഒരു ശരീരഭാഷ കാണുമ്പോൾ അറിയും. മന്ത്രി വീണ ജോർജിൻ്റെ നിസ്സാരമായിട്ടുള്ള ആ ശരീരഭാഷ എങ്ങും എത്തത്തില്ല. കപ്പിത്താനൊക്കെ പോയി നടുവൊടിഞ്ഞ് നിങ്ങളുടെ കപ്പലിൻ്റെ നടുക്ക് വെച്ച് വെട്ടിക്കയറി നടുവൊടിഞ്ഞ് അത് മുങ്ങിത്താന്നു. ഇനി അത് അധികം മാസമൊന്നുമില്ല, എങ്ങനെയെങ്കിലും ജനം ഇത് ഇറങ്ങത്തില്ല. നിങ്ങളൊക്കെ ആ കസേര വിട്ട് ഇറക്കാൻ വേണ്ടി ജനം ആവുന്നത് ശ്രമിക്കുന്നുണ്ട്. ഇനി ഒരു 6 മാസം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ കസേര കയറിയിരിക്കാൻ പറ്റില്ല. അത് ജനം തീരുമാനിക്കും ഒരു വിധി. ആ ജനം തീരുമാനിക്കുന്ന വിധിയിൽ മാത്രമേ നിങ്ങൾ ഇനി കയറുമോ ഇല്ലയോ എന്നാണ്. നിങ്ങളുടെ കുറേ അണികൾ ചിലപ്പം കൊണ്ടുവന്ന് കുത്തുമായിരിക്കും. പക്ഷേ അതിലുള്ളവർക്ക് പോലും നിങ്ങൾ എന്ന ആൾക്കാരെ പിണറായിസത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്നവർ തന്നെയാണ് എന്നുകൂടി വീണ ജോർജിനെ ഞാൻ ഈ സന്ദർഭത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും സർജറി ഓർത്തോപീഡിക്സിൻ്റെ സർജറി വിഭാഗം കെട്ടിടമാണ് ഇത്തരത്തിൽ നേരത്തെ പ്രവർത്തിച്ചത്. ആ കെട്ടിടമാണ് ഇപ്പോൾ നിലം പരിശായിരിക്കുന്നത്. 3 നില കെട്ടിടമാണ് തകർന്നിരിക്കുന്നത്. ഭാഗ്യത്തിന് അവിടെ ആ അടച്ചുപൂട്ടിയിട്ടിരുന്ന കെട്ടിടം എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ കുറച്ച് നാൾ മുമ്പ് വരെ പ്രവർത്തിച്ചിരുന്നു. ആ സന്ദർഭത്തിൽ ഇത്തരത്തിൽ രോഗികൾ കിടക്കുന്ന ഓർത്തോപീഡിക്സ് വിഭാഗമാണ്. നട്ടലൊടിഞ്ഞവരും അല്ലെങ്കിൽ എല്ലിന് പൊട്ടലും ഒക്കെ ഉള്ള ഒരു വിഭാഗം. അത്തരത്തിൽ ആൾക്കാർ രോഗികൾ ഉണ്ടായിരുന്നു എങ്കിൽ എന്തായിരുന്നു ഇതിൻ്റെ അവസ്ഥ? ഇതൊക്കെ അനാസ്ഥ എന്നല്ലാതെ എന്താണ് ഇതിനൊക്കെ പറയാനുള്ളത്? ഏതായാലും കണ്ടകശനി കൊണ്ടേ പോകും എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് ആരോഗ്യ വകുപ്പിനുമുള്ളത്. ഒന്നിനു പിറകെ ഒന്നായിട്ടാണ് ഇത്തരത്തിൽ വരുന്നത്. നിങ്ങൾ ഗവർണർക്ക് നേരെയും അതേപോലെ തന്നെ കോൺഗ്രസിന് നേരെയും VD സതീശന് നേരെയൊക്കെ തിരിയാതെ നിങ്ങൾ എന്തൊക്കെയാണ് പോരായ്മകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. വയനാട് ദുരന്ത ബാധിതർക്ക് നിങ്ങൾ 760 കോടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് അവിടെ കിടപ്പുണ്ട്. അതെങ്ങോട്ട് പോയെന്നുള്ള അറിയില്ല. DYFIക്ക് 100 കോടി അല്ല 200 കോടി കളക്ഷൻ കിട്ടും. പക്ഷേ യൂത്ത് കോൺഗ്രസ്സിൽ അങ്ങനെ കളക്ഷൻ കിട്ടണമെന്നില്ല. കാരണം അവർക്ക് ഭരണമില്ല, അവർക്ക് പിന്തുണയുമായിട്ട് അത്തരത്തിലുള്ള ആൾക്കാർ വരില്ല. അപ്പോൾ അവരുടെ കൃത്യമായ കണക്കുകൾ അവരുടെ കൈകളിലുണ്ട്. അവരെങ്ങോട്ടും എടുത്ത് ചിലവഴിക്കുന്നില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള വരുമാനം വന്നെങ്കിലല്ല അവർക്ക് ഇത്തരത്തിലുള്ള പണികൾ കഴിപ്പിക്കുക. പിന്നെ അവർ വാഗ്ദാനം നൽകിയത് അത് അവരുടെ വിവരക്കേട്. അതുകൊണ്ടാണ് അവർ വാഗ്ദാനം നൽകിയത്. വാഗ്ദാനം നൽകുന്നതിന് മുമ്പ് നമുക്ക് അതിൽ സ്രോതസ്സുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. എന്തായാലും കൃത്യമായ കണക്കുകൾ ഇന്നലെ നിരത്തിയിട്ട് പോലും നിങ്ങൾ അതിനെതിരെ വിമർശിക്കുന്നു. DYFIക്കും SFIക്കും ഒക്കെ പണം കിട്ടും. കാരണം നിങ്ങൾ ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്. നിങ്ങൾക്ക് ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ആരും പണം തന്നു പോകും. കാരണം അങ്ങനെയാണ് സോഴ്സുകൾ. അതുകൊണ്ട് ഈ തരത്തിലുള്ള വാർത്തകളൊക്കെ തച്ചുടച്ച് നിങ്ങളെ പടച്ചു വിട്ട് നിങ്ങൾ ഇത്തരത്തിൽ വാർത്തകൾ മാറ്റി വിടുമ്പോൾ നിങ്ങൾക്ക് സത്യസന്ധനായ ഒരു ഡോക്ടർ പറഞ്ഞ വാക്കുകളുടെ ശാപം അല്ലെ വാക്കുകൾ നിങ്ങൾ തിരസ്കരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം ഈശ്വരൻ എന്ന് പറയുന്ന ഒരു പ്രകൃതി എന്ന് പറയുന്നതാണ് ഈശ്വരൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് എന്തായാലും എന്നുള്ളത് കൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. കാരണം അഴിമതിയും ഈ പറഞ്ഞതുപോലെ കള്ളക്കടത്തും പറഞ്ഞതുപോലെ എന്താ പറയുന്ന കേരളം ദുരന്ത അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ പോലെ ദുരിത അവസ്ഥയിലാണ്. ഇതിൽ മുങ്ങി നിൽക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന പണം പോലും അവർക്ക് വേണ്ടി നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കഴിയാതെ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളോട് കാണിക്കുമ്പോൾ അതെന്തായാലും തിരിച്ചടിക്കും. വീണ ജോർജ് ഇതിൽ നിന്ന് എഴുന്നേൽക്കാൻ ഇച്ചിരി പാടുപെടും. കാരണം കപ്പലിൻ്റെ അടിത്തട്ടിലായിപ്പോയി നിങ്ങൾ. അത് 2ആയി പിളർന്ന് ഇപ്പം മൂക്കുമുട്ട വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. വെള്ളം ധാരാളം കുടിക്കൂ. എന്തായാലും ഇനി ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളും വാർത്തകളും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അതൊരു പ്രകൃതി നിയമമാണ്. എന്ത് ചെയ്യാൻ?